ഈ CPM-നകത്ത് AK ബാലനും സജി ചെറിയാനും വളരെ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നത് പോലെ SNDP-ക്കകത്ത് വെള്ളാപ്പള്ളി നടേശന്മാർ ശബ്ദമുയർത്തുന്നത് പോലെ BJP എന്ന പേരിൽ അല്ലെങ്കിൽ ഹിന്ദുമതത്തിനുള്ളിൽ നിന്നും നമ്മുടെ കൃഷ്ണരാജ് വക്കീലും ശശികലയും ഒക്കെ ആ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്നത് പോലെ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിനുള്ളിലും എല്ലാ സംഘടനയ്ക്കുള്ളിലും ചിലർ പ്രത്യക്ഷപ്പെടാറുണ്ട്. പൊതുവേ അവർക്ക് പറയാനാവുക വിദ്വേഷവും വെറുപ്പുമായിരിക്കും. അവർ പ്രകടിപ്പിക്കുക എന്തിനോടൊക്കെയുള്ള പകയായിരിക്കും. അവർ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ആർക്കെങ്കിലുമൊക്കെയായി രഹസ്യമായി വെച്ചിട്ടുള്ള കരാറുകളായിരിക്കും. അതിനുവേണ്ടി അവർ വൃഥാ പരിശ്രമിക്കും. അത്തരത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യവും കൃഷ്ണരാജ് വക്കീലിൻ്റെ രൂപവും ശശികലയുടെ ഭാഷയും സംയോജിച്ച് സമസ്ത എന്ന പേരിലുള്ള മേൽവിലാസത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മഹാപണ്ഡിതൻ എന്ന വാദമുയർത്തി നിൽക്കുന്ന തികച്ചും വിദ്വേഷവും ദുർബലപ്പെടുത്തലും ഭിന്നിപ്പിക്കലും ലക്ഷ്യമാക്കി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന പണ്ഡിത വേഷധാരിയായ ഒരാൾ. പുള്ളിയുടെ മുന്നിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരുടെ ഒരു സങ്കലനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യപൂർത്തീകരണത്തിനായി പല രൂപത്തിലും പല ഭാവത്തിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എപ്പോൾ സമവായം കാണുന്നോ, എപ്പം സന്തോഷമുണ്ടാകുന്നോ, എപ്പം ചേർന്ന് നിൽക്കലിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്നോ അയാൾ ചിലരുടെ മൗനാനുവാദത്തോടെയും സമ്മതത്തോടെയും കരാർ പൂർത്തിയാക്കാനായി രംഗത്തിറങ്ങും. എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളെ കളവാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. ശുദ്ധജലമെത്തുമ്പോൾ ഭയന്നു പോകുന്ന ചീഞ്ഞ ജലത്തിൽ ജീവിക്കുന്ന കീടാണുക്കളുണ്ട്. അത്തരം കീടാണുക്കൾക്ക് ഒഴുകുന്ന ജലത്തെയും തെളിഞ്ഞ വെള്ളത്തെയും തെളിഞ്ഞ വെള്ളം മാനത്തു നിന്ന് പെയ്യുന്ന മഴയെയും വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അവർ വല്ലാതെ അസ്വസ്ഥരാകും. ആദ്യം ഞാൻ ഈ പറഞ്ഞ ആളിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു സമവായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷമുണ്ടായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പര അങ്ങോട്ട് ആരംഭിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് പോലെ കൃഷ്ണരാജ് വക്കീലിൻ്റെ രൂപം വെച്ചുകൊണ്ട് സാക്ഷാൽ ശശികലയൊക്കെ പറയുന്ന ഒരു ശൈലിയിലും ഭാഷയിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. കേൾക്കാം, കാണാം. ആദ്യം അത് വളരെ മാന്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ വെച്ചു. മറ്റേ ദേശീയ നേതാവാരാണ്? ഖാദർ മൊയ്തീൻ അല്ലേ? ഖാദർ മൊയ്തീന് പങ്കെടുക്കുന്ന കന്യാകുമാരി തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വളരെ അവർക്ക് ക്ഷണിച്ച് സ്വീകരിച്ചുള്ള അതാണ് രണ്ടാളും വന്നില്ല. ഈ കേരള അന്തരീക്ഷത്തിൽ പരാജയപ്പെടുമല്ലോ. അങ്ങനെയുള്ള വെപ്പ് യാത് പരാജയപ്പെടും. പാണക്കാട് തങ്ങൾ വെൽങ്ങത്തിൽ നിന്നാല് പിന്നെ നേതാവ് ഖാദർ മൊയ്തീൻ വെൽങ്ങത്തിൽ നിന്നാൽ പിന്നെ യാതിന്റെ കാര്യം അത് മയ്യത്തായത് തന്നെ. എന്നാ പിന്നെ ജാഥകട്ട് വന്നു നോക്കുമ്പോ കുടുങ്ങിയല്ലോ, പറ്റിച്ചല്ലോ, കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് തോന്നി. അതാണ്ടായത്. പിന്നെ ഞാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാക്കാം. കൊണ്ടിരിക്കല്ലേ നമ്മള് സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ജാഥ, തങ്ങളുടെ ഒരു ജാഥ, അത് വളരെ മാന്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ വെച്ചു. മറ്റേ ദേശീയ നേതാവാരാണ്? ഖാദർ മൊയ്തീൻ അല്ലേ? ഖാദർ മൊയ്തീന് പങ്കെടുക്കുന്ന കന്യാകുമാരി തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വളരെ അവർക്ക് ക്ഷണിച്ച് സ്വീകരിച്ചുള്ള അതാണ് രണ്ടാളും വന്നില്ല. ഈ കേരള അന്തരീക്ഷത്തിൽ പരാജയപ്പെടുമല്ലോ. അങ്ങനെയുള്ള വെപ്പ് യാത് പരാജയപ്പെടും. ഈ കൃഷ്ണരാജ് മൗലവിയെ ഇതിനകത്ത് നിർത്തി വളരെ മനോഹരമായി അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ചിലരുടെ മൗനാനുവാദത്തോടുകൂടി. യഥാർത്ഥത്തിൽ ഈ ദീക്ഷാധാരിയായ ഈ വേഷം കെട്ടി നിൽക്കുന്ന ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പച്ചക്കളവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഈ തങ്ങന്മാർ നേരിട്ട് ജാഥ നടത്തുന്നൊരു പരിപാടി നമ്മളിതുവരെ എങ്ങും കേട്ടിട്ടില്ല. സാധാരണ തങ്ങന്മാർ ഒരു പദവിയുടെ ഔന്നിത്യവും മഹത്വവും വെച്ച് ഒരു സ്ഥലത്ത് ഉണ്ടാകലാണ് പതിവ്. ആദരണീയ സമൂഹം മുഴുവൻ ബഹുമാനാദരങ്ങളോടെ സമർപ്പിക്കപ്പെട്ട നിലയിൽ അവിടെ എത്തുകയും പിന്നീട് അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ കബറിടം സന്ദർശിക്കുകയും ചെയ്യുന്നതാണ് കാണാറുള്ളത്. പിന്നെ വളരെ സവിശേഷമായ യോഗങ്ങൾക്കോ അത്തരം കാര്യങ്ങൾക്കോ പ്രത്യക്ഷപ്പെടുകയും അവിടെ എത്തുകയും ആളുകൾ ആ ആദരവ് കൊടുക്കുകയും അവരിൽ അനുഗ്രഹീതരാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ശൈലി. ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ
ഈ തങ്ങൾ പുകൾപ്പെട്ട കഥകളൊക്കെ വളരെ കുറവാണ്. അത് കൂടുതലും അങ്ങ് വടക്കൻ കേരളത്തിലാണുള്ളത്. ഏതായാലും ഇതിൽ തങ്ങൾ തന്നെ നേരിട്ട് ജാഥയായിട്ട് ഇറങ്ങുമായിരുന്നു. അങ്ങനെ തങ്ങൾ ജാഥയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നന്നായിട്ടറിയാം. ഖാദർ മൊയ്തീൻ ആരാണ് ദേശീയ നേതാവ്, പേര് പുള്ളിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞാൽ മുക്കം മനസ്സിലാക്കേണ്ടത് ഒരു ലോഡ് ഗ്രാവലും കൊണ്ടുവന്ന ലോറിക്കാരൻ്റെ അടുത്ത് കഴുത്തിന് പിടിച്ച് ചാടിച്ചാടി അടിക്കാൻ ശ്രമിക്കുന്ന അത്രയും പാണ്ഡിത്യമൊന്നുമില്ലാത്ത, ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി തുടർച്ചയായി ജയിക്കുന്ന, പടച്ചവനെ പേടിയുള്ള സൂക്ഷ്മതയുള്ള ഒരാളാണ് ഈ ഖാദർ മൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെയാണ് പുള്ളി ആരാ പേരെന്ന് അറിഞ്ഞുകൂടാത്ത പോലെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സാദിഖ് അലി തങ്ങളെ ഉദ്ഘാടനത്തിന് ഈ വിളിക്കും എന്നൊരിടത്ത് പറയുകയും എന്നിട്ട് പോയി കണ്ടിട്ട് വിളിക്കാത്ത പോലെ തിരിച്ചു പോരുകയും പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് വിളിച്ചെന്ന് പറയുകയും പിന്നെ പതാക തരുമെന്ന് പറയുകയും പിന്നെ പതാക അവിടെ നിന്നല്ല തരുന്നത് വേറൊരിടത്തു നിന്നാണ് തരുന്നതെന്നും വേണമെങ്കിൽ തങ്ങൾക്കൊന്ന് തൊട്ടുകളയാമെന്നും പിന്നെ അതെല്ലാം കൂടാതെ മഖ്ബറയുടെ കാര്യം പറയുമ്പോൾ തുടങ്ങുന്നത് പാണക്കാട് നിന്നാണെന്ന് പലരിടത്തും പറയുകയും അവിടെ ചെന്ന് മറ്റൊന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന അഭ്യാസങ്ങളുടെ സവിശേഷമായ ഒരുതരം, പണ്ടത്തെ കാലത്ത് നമ്മൾ കുട്ടികൾക്ക് വരുന്നൊരു അസുഖം പറയുമല്ലോ, കരപ്പൻ എന്ന് പറയുന്നത് പോലെ സവിശേഷമായ ഒരു കരപ്പൻ ഈ പ്രവൃത്തികളെ ബാധിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി. ചില സന്ദർഭങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടും, ചില ഓയിൻമെൻറ്റുകൾ ഇടുമ്പോൾ അതങ്ങ് ഉൾവലിയും, വീണ്ടും അത് പുറത്തേക്ക് വരും. പണ്ടത്തെ കാലത്ത് കുട്ടികൾക്ക് വരുന്ന, ഇപ്പോൾ അങ്ങനെ കേൾക്കാറില്ല ഈ കരപ്പൻ വരിക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഴയ കാലത്ത് എന്നോ നിലച്ചു പോയ ഒരു കരപ്പൻ്റെ ലക്ഷണമാണ് ഇതിലൂടെയൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ കോമഡി ഇതൊന്നുമല്ല. ഈ പരിപാടി ഉണ്ടല്ലോ, ജാഥ വടക്കേ അറ്റത്തു നിന്ന് തുടങ്ങി തെക്കൻ കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ചല്ല. ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ച് ആർക്കും അറിയുകയും വേണ്ട. ആളുകൾ മുഴുവൻ ചോദിക്കുന്നത് എന്തേ പാണക്കാട് തങ്ങളില്ലാത്തത്, എന്താണ് ലീഗുമായുള്ള പ്രശ്നം, എന്താണ് അതിൻ്റെ കുഴപ്പം. കാരണം കേരളത്തിലെ പത്രക്കാർക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ അറിയാവുന്ന സമസ്ത ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, ഭരണപരമായ പിന്നെന്താ പറയുന്നത് സംരക്ഷണത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിൻ്റെ പ്രാദേശിക പ്രവർത്തകരാൽ സംരക്ഷിക്കപ്പെട്ട ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ടാണ്, പരസ്പര പൂരകമായ ആത്മീയ പ്രസ്ഥാനമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ചിത്രത്തിൽ സാദിഖ് അലി തങ്ങളും ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളും ചേർന്നിരുന്ന ചിത്രം കാണിച്ചുകൊണ്ട് അതാണ് ഭൂരിപക്ഷം അണികളും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത്. അത് പറയുമ്പോഴേ എനിക്കറിയാം അത്തരമൊരു ചിത്രം പുറത്തു വന്നാൽ ഉടൻ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളിയിൽ കൃഷ്ണരാജും ശശികലയും ചേർന്ന മുക്കം ഉമർ ഫൈസി രംഗത്തിറങ്ങി അത് തല്ലിപ്പൊട്ടിക്കും എന്ന് നന്നായി അറിയാം. എന്തേ ഇത് വരാത്തതെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ദേ ഇപ്പോൾ ഈ സംഗതിയായിട്ട് വന്നത്. എന്നിട്ടോ പത്രസമ്മേളനങ്ങളോട് ചോദ്യങ്ങൾ മുറുകിയപ്പോൾ അവസാനം ഇങ്ങോട്ട് വന്നാലുണ്ടാകുന്ന സ്ഥിതി മനസ്സിലായി. ആ ജാഥയിലെ തന്നെ ക്യാപ്റ്റന്മാരിലോ വൈസ് ക്യാപ്റ്റന്മാരിലോ പ്രോഗ്രാം മാനേജർമാരിലോ ഒരാളായ ഒരു പണ്ഡിതനെ നേരെ പാണക്കാട് പറഞ്ഞുവിട്ട് അവിടെ വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെയാണ് പിന്നീട് തങ്ങന്മാർ അതിനോടൊപ്പം കൂടിയത്. അല്ലാതെ ഇതിനകത്ത് ഉമർ മുക്കം ഫൈസി പറഞ്ഞ് ധരിപ്പിക്കുന്നത് ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാനായില്ല, അങ്ങ് ഓടി വന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ പൊട്ടിപ്പോകുന്ന പടത്തിൻ്റെ നിർമ്മാതാവ് പോലും ആദ്യത്തെ 1-2 ഷോയ്ക്ക് കയറി ഇരുന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു എന്ന് സ്വയം വിശ്വസിക്കാൻ നിർബന്ധിക്കുന്നത് പോലെയാണ് പുള്ളിയുടെ പ്രസ്താവന. എൻ്റെ മുക്കം ഉമർ ഫൈസി സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ നടക്കാനൊരു പൂതി ഉണ്ടായാൽ, ഒരു ജാഥയുമായി പുറപ്പെടാനൊരു പൂതി ഉണ്ടായാൽ, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ജാഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് തൽക്കാലം ലീഗ് അണികൾക്കൊന്നും ഒരു പ്രയാസമില്ല. ഉണ്ടെന്ന് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയൂല. പിന്നൊരു വലിയ വറാത്ത് നടത്തിയ ഒരു സംതൃപ്തിയോടെ മടങ്ങി എന്നുള്ളതിൽ കവിഞ്ഞ് കേരള രാഷ്ട്രീയ സമൂഹത്തിലോ ബൗദ്ധിക സമൂഹത്തിലോ സാമൂഹ്യ തലത്തിലോ ഒരു ചെറിയ പൊടിക്കല്ലെറിയുന്ന ഓളം പോലും ഉണ്ടാക്കാൻ കഴിയാതെ കടന്നുപോയ ജാഥകളിൽ ഒന്നാണ് ആ ജാഥ. അതിൽ പറയേ വേണ്ട. ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇറങ്ങി നോക്കുക, ഇങ്ങനൊരു ജാഥ നടത്തിയതിനെക്കുറിച്ച്. നിങ്ങളുടെ മേഖലയിലെ അതിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ഷജറ വിഭാഗത്തോടല്ല ചോദിക്കേണ്ടത്, ജനങ്ങളോട് ചോദിക്കണം. ഒരുപക്ഷെ അതിൻ്റെ പകുതി പോലും ശക്തിയില്ലെന്ന് നിങ്ങൾ വാദിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര കടന്നുപോയ വഴികളിൽ ചർച്ച ചെയ്ത ഗൗരവമായ വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും അടക്കം രൂപപ്പെടുത്തിയ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ 7 അയലത്തുകൂടി കടന്നു പോകാൻ
ഇതിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സമസ്തയിലെ പലരും അത് അംഗീകരിക്കാനുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അംഗീകരിച്ചു പോയാൽ അവരുടെ എല്ലാ കാലത്തെയും വലിയ എതിരാളിയായ കാന്തപുരം ഉസ്താദ് ആദരിക്കപ്പെടുമോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വെറുതെ ഇറങ്ങി ഈ കള്ളങ്ങളും ഇല്ലാവചനങ്ങളും പൊളിത്തരങ്ങളും പറഞ്ഞ് ഒന്നാമത് തറയിലിരിക്കുകയാണ്, അതിൻ്റെ കൂടി ഇരിക്കുന്ന സ്ഥലം കുഴിക്കരുത് എന്ന് മാത്രം ബഹുമാന്യനായ നമ്മുടെ മുക്കം ഉമർ ഫൈസി അവറുകളോട് സ്നേഹാദരങ്ങളോടെ പറയുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സാറിന് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഈ ടീമിനെ നയിക്കുക എന്ന് പറയുന്നത് ക്യാപ്റ്റൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. ടീമിൽ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ക്യാപ്റ്റൻ്റെ കഴിവുകേടാണ് എന്ന ഒരു സത്യമാണുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ അടിച്ചോട്ടെ, അതാണ് എനിക്ക് സുഖം അല്ലെ സന്തോഷമെന്ന് കരുതി ഒരു മയങ്ങുന്ന ക്യാപ്റ്റനെ ആയിരിക്കും അവിടെ അടയാളപ്പെടുത്തുക. ഇതൊന്നും ഒരുപാട് കാലമൊന്നും അങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. എല്ലാത്തിനും ഉണ്ടാവും ഒരു പരിഹാരം, ഉറപ്പ്.